ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചേറിയതുമാണ്. ഹെബ്രായർക്കുള്ള ലേഖനം 4-ാമത്തെ അധ്യായം 12-ാമത്തെ തിരുവചനം. ജൂബിലാത്ത എന്ന ഈ ദൈവവചന ശുശ്രൂഷയിലേക്ക് നിങ്ങളേവരെയും പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു. ഓരോ ദൈവവചനവും നമ്മെ ജീവിതത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല പ്രയാസങ്ങളിലേക്കും ഈ വചനം കടന്നു ചെന്ന് നമുക്ക് സംരക്ഷണവും മുൻപോട്ട് പോകാനുള്ള ശക്തിയുമാണ് കർത്താവിൻ്റെ വചനം നമുക്ക് നൽകുന്നത്. ഇന്നത്തെ ദിവസം ദൈവം നമ്മെ അനുഗ്രഹിച്ചതിനോർത്ത് നന്ദി പറയുകയാണ്. അപ്പസ്തോലന്മാരുടെ ജീവിതത്തിൽ ദൈവത്തെ കൂട്ടിപ്പിടിച്ച് നടന്ന നാളുകളിൽ മരണത്തെ പോലും ഭയമില്ലാതെ കണ്ടിരുന്ന പത്രോസും യാക്കോബും യോഹന്നാനും വലിയ അഭിഷേകമാണ് അവരുടെ ജീവിതത്തിൽ അവർ കണ്ടുമുട്ടിയത്. മരണത്തെ പോലും അവർ ഭയപ്പെട്ടില്ല, പേടിച്ചിട്ടില്ല അതിൻ്റെ മുൻപിൽ. കാരണം അവരുടെ കൂടെ ദൈവം ഇറങ്ങി വരുമെന്നും ദൈവത്തിൻ്റെ ദൂതൻ വഴി നടത്തുമെന്നും ഉറച്ച വിശ്വാസം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തെ അനുഗമിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ദൈവത്തിൻ്റെ വചനം നൽകുന്ന ഒരു സത്യം ഇതാണ്: നിങ്ങൾ അവൻ്റെ വചനത്തിൽ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതമായ വിടുതലിലേക്ക് ദൈവം നമ്മെ കൈ പിടിച്ചുയർത്തും. നിങ്ങളെ വിമർശിക്കുന്നവരുടെ മുൻപിലേ, നിങ്ങളെ തകർക്കുന്നവരുടെ മുൻപിലേ, നിങ്ങളെ പിഴുതെറിയുന്നവരുടെ മുൻപിലേ ദൈവം നിങ്ങളെ എടുത്തുയർത്താൻ തുടങ്ങും. അപ്പോസ്തല പ്രവർത്തനം 12-ാമത്തെ അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. ഹെരോദൂസ് രാജാവ് എല്ലാവരുടെയും അധിപനാണ്, ഭൗതിക കാര്യങ്ങളിൽ അധികാരമുള്ളവനാണ് ഹെരോദൂസ് രാജാവ്. നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഈ വചനം അറിയാം. 1-ാമത്തെ തിരുവചനം: അക്കാലത്ത് ഹെരോദൂസ് രാജാവ് സഭയിൽപ്പെട്ട ചിലരെ പീഡിപ്പിക്കാൻ തുടങ്ങി. പ്രിയമുള്ള ദൈവജനമേ, നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാണ് ഈ വചനം കേൾക്കുന്നതെങ്കിലും, കാറിലിരുന്നാണ് നിങ്ങൾ കേൾക്കുന്നത്, ഒരു മുറിയുടെ ഉള്ളിൽ ഒരു ഫോണിലാണ് ഈ വചനം കേൾക്കുന്നതെങ്കിലും, നിങ്ങൾ ഓർക്കണം, സഭയിലെ ചിലരെ പീഡിപ്പിക്കാനായിട്ട് ഈ ലോകത്തിൻ്റെ അധിപന്മാർ ഇതാ നമ്മിലേക്ക് കടന്നു വരുന്നു. സഭയിൽ പീഡിപ്പിക്കാൻ, അപ്പസ്തോലന്മാരെ പീഡിപ്പിക്കാൻ ആര് മുൻകൈയെടുത്തു? ആ സഭയെ തകർക്കാൻ, ക്രിസ്തുവിനെ തകർക്കാൻ, അവൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവരെ തകർക്കാൻ, പള്ളിയിൽ പോകുന്നവരെ തകർക്കാൻ, കുമ്പസാരത്തിലേക്ക് പോകുന്നവരെ തകർക്കാൻ, കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരെ പീഡിപ്പിക്കാൻ ഇതാ ലോകത്തിൻ്റെ വഴിയിൽ കടന്നു പോകുന്നവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അടുത്ത വചനം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇപ്രകാരമാണ്: അവർ യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളിനിരയാക്കി. യാക്കോബിനെ കൊന്നു. കാരണം ഈ യാക്കോബ് ധീരതയോടെ ക്രിസ്തുവിൻ്റെ വചനം പറയാൻ തുടങ്ങി. ക്രിസ്തുവിനെ പറ്റി എല്ലാവരുടെ മുൻപിലും ധീരതയോടെ പറയാൻ തുടങ്ങി. എന്താ പറഞ്ഞത്? അവൻ ജീവിക്കുന്ന ക്രിസ്തുവാണ്, അവൻ്റെ തിരുരക്തത്താലാണ് ഇനി ഞാനും നിങ്ങളും വീണ്ടെടുക്കാൻ പോകുന്നത്. നിന്റെ പാപത്തിന് വേണ്ടി പരിഹാരം ചെയ്തവനാണ് ഈ ക്രിസ്തു. പറയാൻ തുടങ്ങിയപ്പോൾ തിന്മയുടെ ശക്തിക്ക് ഈ യാക്കോബിൻ്റെ വാക്കുകളെ ഇല്ലാതാക്കണം, ആ വ്യക്തിയെ ഇല്ലാതാക്കണം. വാളിനിരയാക്കി. ഇതെല്ലാവരും കണ്ടു. അടുത്ത വചനം പറയുകയാണ്: ചില മനുഷ്യരെ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ, ചില തിന്മകൾ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ കൂടെ നിൽക്കാൻ നിങ്ങളുടെ കൂടെ ആരും ഉണ്ടാകില്ല. യാക്കോബിൻ്റെ കൂടെ നിൽക്കാൻ ആരും ഉണ്ടായില്ല. അതിനുശേഷം വചനം പറയുകയാണ്: ഇത് കണ്ട് സന്തോഷമായി എന്ന്. അവൻ്റെ മരണം കണ്ട് ചില മനുഷ്യർ സന്തോഷിച്ചു. നന്മയായിട്ടുള്ള യാക്കോബിനെ ഇല്ലാതാക്കിയപ്പോൾ ആ സമൂഹത്തിലുള്ളവർ ഭൂരിഭാഗം പേർക്കും സന്തോഷം വന്നു.
ഹെറോദോസിന്റെ ഈ തിന്മയുടെ പ്രവൃത്തിയെ എല്ലാവരും വാനോളം പുകഴ്ത്താൻ തുടങ്ങി. എല്ലാവരും വാനോളം, ചില മനുഷ്യരെങ്ങനെ ഉയർച്ചയിലേക്ക് പുകഴ്ത്തുകയാണ് തിന്മയിൽ പോകുന്നവരെ. അടുത്ത വചനം ഇങ്ങനെയാണ്: യഹൂദരത് സന്തോഷിപ്പിച്ചുവെന്ന് കണ്ട് അവൻ പത്രോസിനെയും ബന്ധനസ്ഥനാക്കാൻ ഒരുമ്പെട്ടു. ഈ തിന്മയുടെ പ്രവൃത്തി കൂടുതൽ വന്നപ്പോ പത്രോസിനെയും ഇത് തന്നെ ചെയ്യാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, യാക്കോബിന്റെ അനുഭവം പത്രോസിന് അറിയാം. എന്നെയും വാളിനിരയാക്കും, എന്നെയും കൊല്ലും. ഞാനിതാ വലിയ പ്രയാസത്തിൻ്റെയും വലിയ തിന്മയുടെയും നടുവിലേക്ക്, വിമർശനങ്ങളുടെയും ഒറ്റപ്പെടുത്തലിൻ്റെയും നടുവിലേക്ക് ഇതാ ഞാൻ ഇറങ്ങിപ്പോവുകയാണ്. യാക്കോബിനെ പോലെ ഞാനും മരിക്കാനായിട്ട് പോവുകയാണ്. ഇത് കണ്ട് സന്തോഷിക്കുന്ന ഒരു കൂട്ടം ജനം. നിങ്ങളെ ബന്ധിക്കാൻ പോകുന്ന അറിയുമ്പോൾ തന്നെ ചില മനുഷ്യർക്ക് സന്തോഷം വരും. നിങ്ങളുടെ ജീവിതം ഇല്ലാതാകാൻ പോകാൻ തുടങ്ങുമെന്ന് ലോകം അറിയുമ്പോൾ അവരിങ്ങനെ സന്തോഷിക്കാൻ തുടങ്ങുകയാണ്. ചില തിന്മയുടെ പ്രവർത്തികൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ നിങ്ങൾ പേടിക്കരുത്. ഈ പത്രോസ് പേടിച്ചില്ല. പത്രോസ് എന്ത് ചെയ്തു? ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുൻപിൽ ശക്തിയോടെ നിലനിൽക്കും. എൻ്റെ കർത്താവ് എനിക്ക് ഒരു സ്വർഗ കവാടം തുറന്നു തരും. ഈ വലിയ അഭിഷേകത്തിൻ്റെ ചിന്ത പത്രോസിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിങ്ങൾ ഓർക്കണം, നമ്മളൊരു ദുർഘടത്തിലേക്ക് വീഴാൻ തുടങ്ങുമ്പോൾ നമുക്ക് വേണ്ടി ചില മനുഷ്യരെ പ്രാർത്ഥിക്കാൻ വേണം. നിങ്ങളൊരു പ്രശ്നത്തിലേക്ക് വീഴാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുണ്ടാകണം. നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ നിങ്ങൾക്ക് വേണ്ടി പണം തന്ന് സഹായിക്കാനല്ല ആരെയും നോക്കേണ്ടത്. ഈ പത്രോസ് ഒരു പ്രശ്നത്തിലേക്ക് വീഴാൻ പോയപ്പോ ഒരു വലിയ കൂട്ടം അവനെ പിഴുതെറിയാൻ തുടങ്ങിയപ്പോ ഈ പത്രോസിന് വേണ്ടി ഒരു കൂട്ടം മനുഷ്യരെ ഒരു മണിമാളികയുടെ ഉള്ളിൽ കയറിയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വചനം ഇതാണ്: അങ്ങനെ പത്രോസ് കാരാഗൃഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു. സഭ അവന് വേണ്ടി ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. തീക്ഷ്ണമായി ഈ പത്രോസിന് വേണ്ടി ദൈവത്തോട്, സഭയിലെ കർത്താവിന് വേണ്ടി കൂടെ നടക്കുന്ന കുറെ മക്കള് ഈ പത്രോസിന്റെ ജീവിതത്തെ കണ്ട്, ഇവന്റെ സഹനത്തെ കണ്ട് പ്രാർത്ഥിക്കാൻ നിൽക്കുകയാണ്. ഇപ്പൊ കൂടുതൽ മനുഷ്യരൊന്നുമില്ല, കുറച്ചു പേര് ഇവന് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുകയാണ്. ദൈവമേ, ഈ മനുഷ്യനെ പിടിച്ചു നിൽക്കാനുള്ള കൃപ കൊടുക്കണമേ. ഈ മനുഷ്യൻ ഇതാ എല്ലാവരാലും ഒറ്റപ്പെട്ട് കാരാഗൃഹത്തിന്റെ ഉള്ളിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് വേദനിച്ച് നരകവേദനയിലൂടെ കടന്നു പോകുന്ന ഈ മനുഷ്യൻ, പ്രിയമുള്ളവരെ, ഈ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളും ഒരു പക്ഷേ ചില ബന്ധനത്തിന്റെ നടുവിലായിരിക്കാം. നിങ്ങളുടെ ഒരു മേശക്കിരുന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഓപ്പോസിറ്റുള്ള ഒരു വ്യക്തി വരെ നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ ഒറ്റപ്പെടുത്തി കൊണ്ടുപോയിരിക്കുകയായിരിക്കാം. നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്ന ഈ ജീവിത അവസ്ഥ ദൈവത്തിന് മാത്രമേ അറിയൂ. നിങ്ങളെ ജോലി സ്ഥലത്തിൽ നിന്ന് നിങ്ങൾ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തി. നിങ്ങൾ തെറ്റ് ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങളെ മാറ്റി നിർത്തി. പല കാരണങ്ങളാൽ നിങ്ങൾ ഒറ്റപ്പെട്ട് ഒരു അന്ധകാരത്തിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് വേണ്ടി ഈ വചനം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളിലേക്ക് അത്ഭുതം നിറയാൻ പോവുകയാണ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. കാരാഗൃഹത്തിലേക്ക് കയറിയ ഈ പത്രോസിനെ രക്ഷിക്കാൻ അവിടെ ആരുമില്ല. എന്നാൽ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമുണ്ട്. അവരുടെ നിസ്സഹായ അവസ്ഥയിൽ, നിങ്ങളുടെ ഇപ്പോഴത്തെ നിസ്സഹായ അവസ്ഥയിൽ നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങളുടെ അരികിൽ ആരുമില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഏതാനും ചിലര് നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിൽ ഉണ്ടായാൽ മതി. നിങ്ങളുടെ മക്കൾ വിദേശത്ത് ഒരു അപകടത്തിൽ പെട്ടിരിക്കുകയായിരിക്കാം. നിങ്ങളുടെ മക്കള് ഒരു പോലീസ് കേസിൽ പെട്ടു. നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ ആ വീട്ടിലിരുന്ന് വചനം വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ചങ്ങലകൾ ഇത് അഴിയാൻ തുടങ്ങുന്നു. നിങ്ങൾ പിടിച്ചു കെട്ടിയ ആ വലിയ ബന്ധനമില്ലേ, നിങ്ങൾ പിടിച്ചു കെട്ടിയ ചങ്ങലകളില്ലേ, ദൈവം അഴിക്കാൻ പോകുന്നത് നിങ്ങൾ വചനത്തിലേക്ക് ശ്രദ്ധിക്കുക. ഹെറോദോസ് ഉദ്ദേശിച്ചിരുന്നതിൻ്റെ തലേ രാത്രിയും പത്രോസ്
ഇരുമ്പ് ചങ്ങലകളാൽ ബന്ധിതനായി 2 പടയാളികളുടെ മധ്യേ ഉണ്ടായിരുന്നു. 2 പടയാളികളുടെ മധ്യേ ഈ പത്രോസ് ഒരു കാരണവശാലും രക്ഷപ്പെടരുതെന്ന് വിചാരിച്ചിരിക്കുന്ന ശത്രുപക്ഷം, തിന്മയുടെ ശക്തി നിങ്ങളെ ഞെരുക്കി വേദനിപ്പിച്ച് ഇല്ലായ്മ ചെയ്യാനായിട്ട് ഈ ലോകത്തിൽ നിന്ന് തന്നെ നിങ്ങൾ മരിച്ചു പോകണമെന്ന് വിചാരിക്കുന്ന ചില വ്യക്തികളുണ്ട്. നിങ്ങളുടെ സാന്നിധ്യം തന്നെ ചില വ്യക്തികൾക്ക് അരാജകത്വം, ഇറിറ്റേഷനും കൊടുക്കുന്നുണ്ട്. ചില വ്യക്തികൾക്ക് നിങ്ങളുടെ നന്മയുടെ സാന്നിധ്യം പറ്റത്തില്ല. നിങ്ങൾ കടന്നു വരുമ്പോ അവർ നിങ്ങളെ മാറ്റി നിർത്താൻ തുടങ്ങി, ഒറ്റപ്പെടുത്തി, വലിച്ചെറിഞ്ഞ് ഒരിക്കലും നിങ്ങൾ ഉയർന്നു വരാതിരിക്കാൻ തളർത്തി, തകർത്ത്, തരിപ്പണമായിട്ട് പോയ നിമിഷങ്ങളുണ്ടെങ്കിൽ ഈ വചനം അവർക്കുള്ളതാണ്. അങ്ങനെ കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷനായി ആ മുറിയാകെ പ്രകാശം നിറഞ്ഞു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഹല്ലേലൂയാ. വചനം ഓർക്കണം, കർത്താവിൻ്റെ ദൂതൻ അവൻ്റെ അന്ധകാരത്തിൻ്റെ തടവറയുടെ ഉള്ളിലേക്ക് കർത്താവിൻ്റെ ദൂതൻ വന്ന സമയത്ത് വചനം പറയുകയാണ്, അവിടെ ആ മുറി മുഴുവനും പ്രകാശം നിറഞ്ഞു. നിങ്ങളൊരു മുറിയുടെ ഉള്ളിലെ നിരാശയിൽ അകപ്പെട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ വചനം കേൾക്കുന്നതെങ്കിൽ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്ന് വെച്ച് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ദൂതൻ വരാൻ തുടങ്ങിയപ്പോൾ ആ മുറി മുഴുവനും പ്രകാശിച്ചു. നിന്റെ ഹൃദയം മുഴുവനും പ്രകാശിക്കാൻ തുടങ്ങി. ആര് വരുമ്പോൾ? കർത്താവിൻ്റെ ആത്മാവ് വരാൻ തുടങ്ങിയപ്പോൾ മുറിയാകെ പ്രകാശിച്ചു. അടുത്ത വചനം, പത്രോസിനെ പാർശ്വത്തിൽ തട്ടി ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, വേഗം എഴുന്നേൽക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പാർശ്വത്തിൽ തട്ടിയിട്ട് പറഞ്ഞു, പത്രോസേ നീ വേഗം എഴുന്നേൽക്കണം. നീ വെറുതെ ഇരുന്നാ പോരാ, നീ എഴുന്നേൽക്ക്. തളർന്നിരുന്ന നിന്നോട് ദൈവവചനം പറഞ്ഞു വെക്കുകയാണ്. നീ കടബാധിതയിൽ തളർന്നു, തരിപ്പണമായി, നിന്റെ രോഗപീഠ ആർക്കും അറിയാത്ത നിന്റെ രോഗപീഠ, നീ പാപബന്ധനം ആർക്കും അറിയാത്ത പാപബന്ധനം, കർത്താവിൻ്റെ ദൂതൻ നിന്റെ അരികിലുണ്ട്. നിന്നെ തട്ടി വിളിക്കുകയാണ്. സാരമില്ലടോ. പാർശ്വത്തിൽ തട്ടി കർത്താവ് എഴുന്നേൽപ്പിക്കുകയാണ്. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അപ്പോൾ ഒരു അത്ഭുതമാണ് ഇനി കാണാൻ പോകുന്നത്. ഇത് നിങ്ങൾ കാണുന്ന വലിയ ഒരു ശക്തിയുടെ വചനത്തിന് അഭിഷേകമാണ്. അടുത്ത വചനം, അപ്പോൾ അവൻ്റെ കൈകളിൽ നിന്ന് ചങ്ങലകൾ താഴെ വീണു. ദൂതൻ അവനോട് പറഞ്ഞു, നീ അരമുറുക്കി പാദരക്ഷകൾ അണിയുക. കർത്താവിൻ്റെ ദൂതൻ തൊട്ടപ്പോൾ അവനെ ഉയർത്താനുള്ള ശക്തി അവൻ്റെ ഹൃദയത്തിന് ദൈവം കൊടുത്തു. അതിനുശേഷം എന്താ സംഭവിച്ചത്? കൈകളിൽ വരിഞ്ഞു മുറുകിയ ചങ്ങലകൾ താഴെ വീഴാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, ഈ വചന ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങളെ വലിഞ്ഞു മുറുകിയ ചങ്ങലകൾ ഏതാണ്? ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാം. നിങ്ങളെ വലിഞ്ഞു മുറുകിയ ചങ്ങലകൾ, നിങ്ങൾ തളർന്നുപോയ മനസ്സിൻ്റെ അന്ധകാരം, കർത്താവിൻ്റെ ദൂതൻ വരാൻ തുടങ്ങിയപ്പോൾ ഇതാ മെല്ലെ കർത്താവ് എടുത്തുയർത്ത് എഴുന്നേൽപ്പിക്കുകയാണ്. തട്ടിയുണർത്തി എഴുന്നേൽപ്പിച്ചു. അടുത്ത വചനം, ചങ്ങലകൾ അഴിയപ്പെട്ടു. നിങ്ങൾ സ്വർഗ കവാടത്തെ നോക്കി പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് വേണ്ടി ചിലർ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പത്രോസിന്റെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കാൻ തുടങ്ങി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ചില മനുഷ്യരെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഇത് സ്വർഗ കവാടം തുറന്നു. അടുത്ത ഒരു 11-ാമത്തെ തിരുവചനം, അപ്പോഴാണ് പത്രോസിനെ പൂർണ്ണബോധം വന്നത്. കാരണം എന്താ? അതുവരെ അവൻ വിചാരിച്ചത്, 9-ാമത്തെ തിരുവചനം, ഇതെല്ലാം സംഭവിച്ചത്, ദൂതൻ സംഭവിച്ച ഇക്കാര്യം യാഥാർത്ഥ്യമാണെന്ന് അവന് തോന്നിയില്ല. ഇതൊന്നും സത്യമാണെന്ന് തോന്നിയില്ല. ആർക്ക്? പത്രോസിന് ഇത് സത്യമാണോ ശരിയാണോ ഒന്നും തോന്നിയിട്ടില്ല. അവന് പോലും വിശ്വസിക്കാൻ പറ്റാത്ത വിധം ദൈവത്തോട് ചേർന്നിരുന്ന ഒരു കുഞ്ഞിനെ ദൈവം എടുത്തുയർത്താൻ തുടങ്ങി. ദൈവത്തോട് ചേർന്നിരുന്ന ഒരു മനുഷ്യനെ ദൈവം ഏത് തിന്മയുടെ ഉള്ളിൽ അവൻ പെട്ടാലും, ഏത് അന്ധകാര ശക്തി അവനെ വലിഞ്ഞു കൊണ്ടുപോയാലും, ഏത് ശത്രുക്കൾ അവനെ മാറ്റിയാലും, കർത്താവിനെ വിശ്വസിച്ച് വചനത്തിൽ ചേർന്ന് പോകുന്ന ഒരു കുഞ്ഞിനെ ദൈവം കൈവിടില്ല. ഉത്തമ ഉദാഹരണം ഇതാണ്. തലേദിവസം വാളിനിരയാക്കിയ യാക്കോബിന്റെ മരണം മുന്നിൽ കണ്ടവനാണ് ഇവൻ. എന്നിട്ട് പോലും മരണം പോലും ഇവനെ തൊടാതെ, ഒരു പ്രതിസന്ധി പോലും ഇവനെ തൊടാതെ, ശത്രുക്കൾ പോലും തൊടാൻ പറ്റാതെ ദൈവം അവനെ കാത്തു പരിപാലിച്ചു. ഹല്ലേലൂയാ.